സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ തിരുവാതിപടത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ ഒന്ന് ഏകാഗ്രമാക്കേണ്ടത് ആവശ്യമുണ്ട്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. തിരുവചനം വിളിച്ചു പറയുന്നുണ്ട് കർത്താവ്. എന്നാൽ എല്ലാവരും കേൾക്കുന്നില്ല, എല്ലാവരും കേട്ടനുസരിക്കാറില്ല. എന്നാൽ ആത്മീക ചെവിയുള്ളവൻ ഗ്രഹിച്ചിട്ട് അതിനെ ആമേൻ പറയും. ഇത് എന്നോടുള്ള ദൂതാണ്, എനിക്കുള്ള മറുപടിയാണ്, ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ പറയുമ്പോൾ മാത്രമാണ് ഇതിന് ശക്തി പ്രസരിക്കുന്നത്. ദൈവത്തിന് ശക്തിയുണ്ട്. എന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് ചെവി? ആത്മീകമായ ഏകാഗ്രതയോടെ അത് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റിസീവ് ചെയ്യുന്ന, അത് അംഗീകരിക്കുന്ന, അത് ഏറ്റെടുക്കുന്ന അവർക്ക് മാത്രമാണ് അതിന്റെ ഫലം കിട്ടുന്നുള്ളൂ. അതാണ് നല്ല നിലത്ത് വീഴുന്ന വിത്ത്, നല്ല നിലത്ത് വീഴുന്ന വിത്ത്. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കഴിഞ്ഞ 2 മാസവും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വെച്ചിരുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറയുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 മാസം ചെയ്തത്. ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് ഇന്ന് മറുപടി പറയാനുണ്ട്. ഇന്നത്തെ ദിവസം കർത്താവിന്റെ മറുപടി കേൾക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 2 മാസവും പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചിലർ വന്നിട്ടുണ്ട്. 2 മാസം പ്രാർത്ഥിച്ചിട്ടും എന്തേ മറുപടി ഇല്ലാത്തത്? അതോ ചില മറുപടി കിട്ടി, അത് പോരാ, ഇനിയും എന്റെ ചില വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ വേവലാതിപ്പെടുന്നത് ഞാൻ പ്രാർത്ഥനാ വാചകങ്ങൾ ശ്രദ്ധിക്കാനിട വന്നു. കർത്താവേ, ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എന്താ മറുപടി കിട്ടാത്തത് എന്ന ഒരു ചിന്ത നിങ്ങളിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി സംസാരിക്കാൻ പോവുകയാണ്. കർത്താവിന് ഇന്ന് നമ്മളോട് ചില മറുപടികൾ പറയാൻ പോവുകയാണ്. ഇത് എനിക്കുള്ള മറുപടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയാൻ തുടങ്ങിയാൽ ഈ മറുപടിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന വ്രതമായി പോകില്ല, നമുക്കൊരു അനുഗ്രഹമായി മാറും എന്ന് ഞാൻ പ്രാരംഭമായി പറയട്ടെ. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എടുക്കാം, തിരുവചനം എടുക്കാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 6. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട്, ഇന്ന് ഓരോരുത്തരോട് വ്യക്തിപരമായി കർത്താവ് പറയാൻ പോവുകയാണ്. കർത്താവ് വ്യക്തിപരമായി പറയുക, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ഇന്ന് കർത്താവ് വ്യക്തമായി ഓരോരുത്തരോടും പറയാണ്, ഇന്ന് പറയുന്ന വചനം വിശ്വാസയോഗ്യമാണ്. ഇത് വെറുതെ പറയുന്ന ഒരു ഗ്യാസ് അടിച്ചു പോകുന്ന ഒരു കാര്യമല്ല. ഇത് വിശ്വാസയോഗ്യമാണ്, സത്യമാകുന്നു. ഇനി അതെങ്ങനെയാന്ന് പറയുകയാണ്. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് ഇത് എന്താ പറയാൻ പോകുന്നതെന്ന് കർത്താവ് പറയാൻ പോകുന്നത് പ്രവചനാത്മാവിലുള്ള ദൂതാണെന്ന് ഓർത്തുകൊള്ളുക. പ്രവചനാത്മാവിൽ കർത്താവ് ചില കാര്യങ്ങൾ വ്യക്തിപരമായി ഇന്ന് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 മാസങ്ങളായി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് മറുപടി പറയാനുണ്ട്. അത് വിശ്വാസയോഗ്യവും സത്യവചനവുമാണ്. അത് പ്രവചനാത്മാവിൽ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഇന്ന് നിശ്ചയമായും, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമജയം, യേശുവിന്റെ നാമജയം. പ്രവചനാത്മാവിൽ പ്രവചിച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു. കർത്താവ് ചെയ്യാൻ പോവുക, കർത്താവ് മറുപടി തരാൻ പോവുക. ഇനി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ചില വിഷയങ്ങൾ വേഗത്തിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. വേഗത്തിൽ നമ്മുടെ തലമുറയുടെ കാര്യത്തിൽ നടക്കാൻ പോവുകയാണ്. വേഗത്തിൽ ഒന്ന് ആമേൻ പറഞ്ഞ, ആ മതത്തിന്റെ മധ്യത്തിൽ ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. അത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറഞ്ഞത്. ഒന്ന്, ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒന്ന് ആമേൻ പറഞ്ഞു തുടങ്ങിക്കോട്ടോ. കർത്താവെ, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മധ്യത്തിൽ ഇനി താമസമില്ല, ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. 2, അത് തന്റെ ദാസന്മാർക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ. ഓ, സംഭവിച്ചോ ഇല്ലെന്ന് ചോദിക്കുന്ന സംശയമൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു. അത് വ്യക്തമായി തന്റെ ദാസന്മാർക്ക് കാണാൻ പോവുക. തന്റെ ദാസന്മാർക്ക്, ഞാൻ ഒന്നും കൂടെ എടുത്തു പറയട്ടെ, ദൈവഭക്തിയോടെ ഇന്ന് കർത്താവേ എന്നോടുള്ള ദൂതാന്ന് പറയുന്നവർക്ക് അത് കാണാൻ കഴിയും. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം
ഓ, സത്യത്തിന്റെ ദൈവമാണ്, ഇത് വിശ്വാസയോഗ്യമാണ്, സത്യവചനമാണെന്ന് അംഗീകരിക്കുന്ന തന്റെ ദാസന്മാർക്ക് ഇത് കാണാൻ കഴിയും. വേഗത്തിൽ ചിലത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ജോലി കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, പല മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പോവുകയാണ്. അതിനുവേണ്ടി മൂന്നാമത്തെ കാര്യം പറയുകയാണ്, അതിനുവേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുകയാണ്, ആരെങ്കിലും ഇടപെട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. കർത്താവെ, തന്റെ ദൂതനെ, കർത്താവിന്റെ ദൂതനെ എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, കർത്താവെ അങ്ങ് എന്റെ ഭവനത്തിൽ ചിലത് ചെയ്യുവാൻ വേണ്ടി ദൂതനെ അയച്ച കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലൊരു എൻട്രി ഉണ്ട്. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതൻ നമ്മുടെ വീട്ടിലേക്ക് ചലിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, നമ്മുടെ അടുത്ത് വരികയാണ്. മനോഹയുടെ ഭാര്യയുടെ അടുത്തിലേക്ക് ഒരു ദൂതൻ വന്ന് ഒരു ദൂത് പറഞ്ഞു. എന്താണ്? നാളുകളായിട്ടുണ്ടായിരുന്ന അവരുടെ മനോവിഷമവും ഭാരവും മാറ്റുന്ന ഒരു ദൂതായിരുന്നു പറഞ്ഞത്. ഇനി താമസിക്കില്ല. എത്രയും വേഗത്തിൽ നിനക്ക് സംഭവം നടക്കാൻ പോവുകയാണ്. ഒരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ദൂത് പറഞ്ഞ ദൈവത്തിന്റെ ദൂതൻ അടുത്ത് വന്ന് പറയുന്നത് പോലെ ഇന്ന് ചില സഹോദരിമാരുടെ അടുത്ത് വന്ന് ദൂത് പറയുകയാണ്. ചില കുടുംബത്തിൽ വന്ന് ദൂത് പറയുകയാണ്. മനോഹരുടെ കുടുംബത്തിൽ ദൂത് പറഞ്ഞതുപോലെ, ദൂതനെ അയച്ചതുപോലെ ദൂതുമായി ഇന്ന് ദൂതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഭവനങ്ങളിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ദൂത് ഇത് മറ്റൊന്നുമല്ല, വേഗത്തിൽ ചിലത് ദൈവം സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ 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 ചിലത് സംഭവിക്കാൻ പോകുന്നു. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതാ പ്രാർത്ഥിക്കുന്നത്? മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. സങ്കീർത്തന പുസ്തകം 90-13 വാക്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അതിനുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നത്. യഹോവേ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം? യഹോവേ, മടങ്ങി വരണമേ, എത്രത്തോളം താമസം? ഞങ്ങളോട് സഹതാപം തോന്നണമേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കരുണ തോന്നണമേ, ഞങ്ങളോട് സഹതാപം തോന്നണമേ. ഇനി എത്രത്തോളം താമസം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, താമസമല്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് വേഗത്തിൽ 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 നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുക. 2 വിഷയങ്ങളാണ് മറുപടിയായി തന്നത്. അതിൽ സമയം ലഭിക്കുകയാണെങ്കിൽ 2 കാര്യവും പറയാം. ഒന്നാമത്, കർത്താവ് വേഗത്തിൽ ചിലത് ചെയ്യാൻ പോകുന്നു. രണ്ടാമത്, കർത്താവിനോട് പറഞ്ഞ ദൂത് ഇതാണ്. 121 സങ്കീർത്തനം 7 വാക്യം, ദോഷം തട്ടാതെ വണ്ണം പരിപാലിക്കുന്നു. ചില ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് തട്ടില്ല, ദോഷം തട്ടാതെ വണ്ണം പരിപാലിക്കും. 2 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 2 മറുപടി ഇവിടെ വന്നു കഴിഞ്ഞു. എന്താ മറുപടി? ഒന്ന്, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. അതിന് ദൂതനെ അയച്ചു തന്നിട്ടുണ്ട്. സ്തോത്രം. അത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, ദോഷം തട്ടാതെ വണ്ണം പരിപാലിക്കും. പ്രാണനെ പരിപാലിക്കും. പ്രാണനെ പരിപാലിക്കും. ഒന്ന് പറയേ, ദോഷം തട്ടാതെ വണ്ണം എന്റെ ദൈവം എന്നെ പരിപാലിക്കും, എന്റെ പ്രാണനെ പരിപാലിക്കും. വ്യക്തി ജീവിതങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. പ്രാണനെ പരിപാലിക്കാൻ പോവുക. അമ്മയ്ക്കും ഒന്നും സംഭവിക്കില്ല, കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. കാരണം പരിപാലിക്കുന്ന ദൈവം, പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് അവരോട് പറയണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ദൂത് അതാണ്. പ്രാണനെ പരിപാലിക്കും. ദോഷം ഒന്നും തട്ടില്ല, ഒരു ദോഷവും തട്ടില്ല. കർത്താവിന് ചിലത് പറയാനുണ്ട്. ദോഷം തട്ടില്ല, പ്രാണനെ പരിപാലിക്കും. ആമേൻ പറഞ്ഞോണം, ആമേൻ പറഞ്ഞോണം. ഇത് വിശ്വാസയോഗ്യമാണ്, സത്യവചനമാണെന്നുള്ള ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ പറഞ്ഞോളണം. അവിടെയാണ് വിജയം കിടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന വെറുതെ ഒരു ചടങ്ങ് നടക്കുന്നതല്ല. പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്കും മറുപടിയുമുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയാണ് വന്നിരിക്കുന്നത്. ഒന്ന്, എന്റെ കർത്താവ് ചിലത് വേഗത്തിൽ ചെയ്യാൻ പോവുക. വേഗത്തിൽ വേഗത്തിൽ വേഗത്തിൽ. എത്രയാണെന്ന് എന്റെ സ്പീഡെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അത്ര വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വായിച്ചു തുടങ്ങാം. റോമാലേഖനം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. റോമാലേഖനം 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴ് ചതച്ചുകളെ. സ്തോത്രം. കർത്താവ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവുക.
നേരത്തെ പറഞ്ഞു പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, പ്രവചന ദൂത് തരുന്ന കർത്താവ്. ഇപ്പൊ ഇവിടെ പറയുകയാണ് സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ ദൈവമാരാണ്? സമാധാനത്തിന്റെ ദൈവം. എന്തിനാ സമാധാനത്തിന്റെ ദൈവം ഇടപെടുന്നത്? എന്തിനാ ദൈവം ഇടപെടുന്നത്? പല ഭവനങ്ങളിലും യഥാർത്ഥ സമാധാനമില്ല, സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറയുക, സമാധാനം കൊണ്ടുപോയ ഒരാളുണ്ട്. ഓ ഹല്ലേലൂയ! സമാധാനം കളഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, സാത്താനാണ് നിങ്ങളുടെ സമാധാനം എടുത്തു കളഞ്ഞത്. സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വസ്ഥതയും സമാധാനമാണ്. നമ്മുടെ ഭവനത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സമാധാനം, ആ സമാധാനം കൊണ്ടുപോയ കള്ളനെ, ആ ദുഷ്ടാത്മാവിനെ, ആ സാത്താനെ പിടിച്ചു കൊണ്ടുവന്ന്, ഓ സ്തോത്രം 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 സ്തോത്രം, നമ്മുടെ കാൽ കീഴ് കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ചവിട്ടിക്കളയുന്നു. ഒന്ന് പറഞ്ഞേ, അവിടെ നിന്ന് വായിച്ചു നോക്കിയേ. ഇത് ക്രൂശിൽ നടന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൂശിൽ കർത്താവ് സാധാരണ തല തീർത്തു നമുക്കറിയാം. എന്നാൽ ഇവിടെ ദൂത് പറയുക, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ, ഇനി വൈകില്ല, ഇനി സമാധാനം ഇല്ലാതെ നിങ്ങൾ കടയണ്ട. സമാധാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ, ഓ ഹല്ലേലൂയ, നിങ്ങളുടെ കാൽ കീഴെ പറഞ്ഞേ, എന്റെ കാൽ കീഴ് കൊണ്ടുവന്ന് തരും. ഞാൻ ചവിട്ടി മെതിക്കാൻ പോവുക. ഇന്ന് ചിലർ ചവിട്ടി മെതിക്കുന്ന അനുഭവങ്ങൾ നടക്കുകയാണ്. ഇതുവരെ സമാധാനം കളഞ്ഞ് അസമാധാനം വീട്ടിനകത്ത് കൊണ്ടുവന്ന് നിറച്ച്, ഓ അസ്വസ്ഥത, ഒരു ദൈവമകന്റെ ഭവനത്തിൽ വേണ്ടുന്ന സമാധാന സമൃദ്ധി കളഞ്ഞ ദുഷ്ടപിശാചേ, ഇനി നിനക്ക് അവകാശമില്ല. വേഗത്തിൽ സംഭവിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ്, ഓ ഗ്ലോറി, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കുകയാണ്. ആത്മാവിൽ ഒന്ന് കണ്ടേ, സാത്താൻ ചതഞ്ഞരയുകയാണ്. സമാധാനം കളഞ്ഞ സാത്താൻ ചതഞ്ഞരയുകയാണ്. വാ തുറന്നാൽ, ഓ സ്വത്രം, കലമ്പൽ കൂട്ടുന്ന ചില അനുഭവങ്ങൾ. വീട്ടിനകത്ത് കലമ്പൽ ഉണ്ടാകുന്നു. വാതിലിൽ തുറക്കാൻ തുറന്നാ തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇതുപോലെ പ്രശ്നം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടുമ്പോൾ കർത്താവ് നിന്ന് ദൂത് പറയുക, ഇനി ആ പ്രശ്നം ഉണ്ടാകില്ല. കാരണം സമാധാനം കൊണ്ടുപോയ മോഷ്ടിച്ച ദുഷ്ടപിശാചിനെ ഇവിടെ കൊണ്ടുവന്ന് ചവിട്ടി മെതിക്കുക. ആരാത് ഇടപെടുന്നത്? സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോ സമാധാനം മോഷ്ടിക്കാൻ വന്നാൽ ചതഞ്ഞരയപ്പെടും. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മാവിലൊന്ന് കണ്ടേ, എന്റെ സമാധാനം കൊണ്ടുപോയത് എന്റെ ഭർത്താവല്ല. ഞങ്ങളുടെ വീട്ടിലെ സമാധാനം കളഞ്ഞത് ഭാര്യയല്ല. എന്റെ വീട്ടിൽ സമാധാനം കളഞ്ഞത് മക്കളല്ല, അമ്മായിപ്പനുമല്ല, അമ്മായിമ്മയല്ല, അളിയനുമല്ല, പെങ്ങളുമല്ല. ഇവരൊന്നുമല്ല സമാധാനം കളഞ്ഞത്. ഇതിന്റെ പിന്നിൽ ഒക്കെ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. ഇവരെ കൊണ്ടൊക്കെ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. അത് മറ്റാരുമല്ല, അന്ധകാര ദുഷ്ടശക്തിയായ സാത്താൻ. ഈ സാത്താനെ ഇനി വാഴാൻ അനുവദിക്കില്ല. നമ്മുടെ വീട്ടിൽ ഇനി വാഴാൻ അനുവദിക്കില്ല. അവൻ ഇനി കയറി വിതറങ്ങുവാൻ ഇനി അനുവദിക്കില്ല. വേഗത്തിൽ, ഒന്ന് പറഞ്ഞേ, വേഗത്തിൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം. ഇപ്പോൾ തന്നെ. ഓ സമാധാനത്തിന്റെ ദൈവം എൻ്റർ ചെയ്യട്ടെ. സമാധാനത്തിന്റെ ദൈവത്തിന് ഒന്ന് സ്വീകരിച്ചേ. ഒന്ന് ആമേൻ പറഞ്ഞു, ഒന്ന് സ്തുതിച്ചു തുടങ്ങി. സമാധാനത്തിന്റെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു. സമാധാനത്തിന്റെ ദൈവമേ അങ്ങേ സ്തുതിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ സമാധാനത്തിന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങി. സമാധാനം വാഴട്ടെ. ഓ ഹല്ലേലൂയ! ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം ഐശ്വര്യമായി വാഴട്ടെ എന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, സമാധാനം ഐശ്വര്യമായി വാഴേണ്ട വീടാ, ഐശ്വര്യമായി വാഴേണ്ട മനസ്സിന്റെ ഉടമയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്തിനീ സമാധാനമില്ലാതെ ദുഃഖിച്ചും കരഞ്ഞും വിലപിച്ചും കൊണ്ടിരിക്കുന്നു? അതിന്റെ മധ്യത്തിൽ കർത്താവിന് പറയാനുണ്ട്, ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇനി നീ ദുഃഖിച്ചുകൊണ്ടിരിക്കണ്ട. സമാധാനത്തിന്റെ ദൈവമായ ഞാൻ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. എന്തിനാണെന്നറിയാമോ? താൽക്കാലിക സമാധാനമല്ല ഇനി കിട്ടാൻ പോകുന്നത്. എനിക്ക് അവിടെയാണ് സന്തോഷം തോന്നിയത്. ഈ സാത്താനെ ചതച്ചു കളയുന്നത്. ഇനി മേലാൽ നിനക്കോ നിന്റെ ഭവനത്തിലോ അസമാധാനം കയറി വരികില്ല. ഒന്ന് ആമേൻ പറഞ്ഞേ. കർത്താവേ, എന്റെ വീട്ടിൽ ഇനി വിലാപമില്ല, കണ്ണുനീരില്ല, അസമാധാനമില്ല.
ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ് തന്ന സമാധാനമാ നഷ്ടപ്പെടുത്തു പോയത്. അതിന്റെ പ്രത്യേകത എന്താ? ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞാൽ പേടിക്കില്ല. വിഷയങ്ങൾ വന്നാൽ, വിഷയങ്ങൾ വരുമ്പോൾ പേടിക്കില്ല. നമുക്കറിയാം ഈ രണ്ടു തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ഒന്ന് മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നമാണ്. മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. മനുഷ്യന് കൊണ്ടുവരുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിയാ, സമാധാനം കളയുന്ന പരിപാടി ഭീഷണിയാ. എന്നാൽ പിശാച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഭയപ്പെടുത്തും. ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഭയമാണ് വന്നത്, സമാധാനം കളയുന്ന വിഷയമായി വന്നത് ഭയമാണെങ്കിൽ അത് കൊണ്ടുവന്നത് സാത്താനാ. ഒരു ഭീഷണിയുടെ സ്വരമാണ് ഹൃദയത്തിൽ എപ്പോഴും കേട്ടുകൊണ്ട് ഭാരപ്പെടുത്തുന്നതെങ്കിൽ മനസ്സിലാക്കുക, അത് സാത്താനൊന്നുമില്ല, അത് മനുഷ്യനാ, മനുഷ്യന്റെ ഇടപെടല. ഇത് രണ്ടുമാണെങ്കിലും പരിഹാരം വരുത്തുന്നത് മറ്റാരുമല്ല, സമാധാനത്തിന്റെ ദൈവം. അപ്പൊ സമാധാനത്തിന്റെ ദൈവം ചെയ്യാൻ പോകുക. ഇനി മേലാൽ ഇത്തരം വിഷയങ്ങൾ വരാതെ വേണം. നമ്മൾ പറഞ്ഞല്ലോ എത്രത്തോളം താമസം എന്ന് പറയാൻ കാരണം എന്താ? ഒത്തിരി നാളായി ഇത് നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ട്, ഒത്തിരി നാളായി ഒന്ന് സന്തോഷിച്ചിട്ട്, ഒത്തിരി നാളായി ഒന്ന് ചിരിച്ചിട്ട്, ഒത്തിരി നാളായി ഹല്ലേലൂയ ഒന്ന് സന്തോഷത്തോടെ ഇരുന്നിട്ട്, ഒരു ആശ്വാസത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായി എന്ന് പറയുന്നവരോടുള്ള കർത്താവിന്റെ മറുപടി പറയുക, ഇനി അങ്ങനെ സംഭവിക്കാതെ വേണം. ഇന്ന് നിങ്ങൾക്കൊരു സമാധാനം തന്നേച്ചു പോയ സമാധാനം വീണ്ടും കർത്താവ് കൊണ്ടുവരിക. സമാധാനം കൊണ്ടുവരുമ്പോൾ മോഷ്ടിക്കാൻ വരുന്നവൻ, അറുക്കാനും മോഷ്ടിപ്പാനും വന്ന ആ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തന്നെ ഇട്ട് ചവിട്ടി മതിക്കുക, ഒന്ന് ചവിട്ടി മതിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മൂലം നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ മൂലം സമാധാനം നഷ്ടപ്പെട്ടു പോവില്ല. അതിന് കാരണക്കാരനായ പ്രേരണ ശക്തിയായ സാത്താന്റെ ഇടപെടലിനെ മുഴുവൻ ചവിട്ടി മെതിച്ച് ഒരു ജയം കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ പറയാം, സമാധാനം വീണ്ടും വരട്ടെ. യേശുവിന്റെ നാമത്താൽ സമാധാനത്തിന്റെ ദൈവം നൽകുന്ന സമാധാനം വീട്ടിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങട്ടെ. ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ, മനസ്സിലേക്ക് പെയ്തിറങ്ങട്ടെ. ഇനി വ്യാകുലപ്പെടേണ്ടതില്ല, ഇനി ആകുലപ്പെടേണ്ടതില്ല. യേശുവിന്റെ നാമത്താൽ സമാധാനം വന്നു നിറയട്ടെ. ഒന്നുകൂടെ പറയാം, ഈ വരുന്ന സമാധാനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയാം, ഇത് പുതിയ സമാധാനമാണ്, വീണ്ടും തരുന്ന സമാധാനമാണ്. ഒന്നുകൂടെ പറയാം, സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുക, സമാധാനം നിന്റെ വീട്ടിൽ അങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവുക. ഇനി എന്റെ വീട്ടിൽ സമാധാനം സ്ഥിരപ്പെടുത്തി തരാൻ പോവുക. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിലെ ഒരു സഹോദരി, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ആത്മീയ സഹോദരിയായിരുന്നു. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു വലിയ മദ്യപാനി. വളരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വീട്ടിൽ വളരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോയി നല്ല പണം കിട്ടുന്ന മനുഷ്യനാ. എന്ന് പറഞ്ഞാൽ മരം മുറിക്കലും അത്തരം വലിയ റിസ്ക്കുള്ള പണികളൊക്കെ ചെയ്യുന്ന മനുഷ്യനാ. ഇഷ്ടം പോലെ പൈസ കിട്ടും, പക്ഷെ ഒന്നും വീട്ടിൽ കൊണ്ടുവരാൻ ഉണ്ടാവില്ല. കള്ളും കഞ്ചാവും എല്ലാം അടിച്ച് ലെവല് കെട്ട് വീട്ടിൽ വന്ന വലിയ അക്രമമാണ്. ഈ സഹോദരി ചിലപ്പോൾ സമാജത്തിൽ വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. മുഖത്ത് അടയാളങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കത്തിച്ച സിഗരറ്റ് മുഖത്ത് കൊണ്ടുവന്ന് കുത്തിയതാ. മുഖത്തടിച്ച് മുഖത്ത് നീരൊക്കെ വെച്ച് വീർത്ത് വിഷമത്തോടെ വരിക. എന്തൊരു സങ്കടമായിരുന്നെന്ന് അറിയാമോ, എന്തൊരു വിഷമമായിരുന്നെന്ന് അറിയാമോ. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വ്യത്യാസമില്ല. ഇതും നാൾനാവോറും ഇങ്ങനെ പെരുകി 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 വരികയായിരുന്നു. സമാധാനമില്ല. ഒരു ദുഷ്ട പിശാച് ആ വ്യക്തിയെ ഇട്ട് വലച്ചുകൊണ്ട് പ്രശ്നം അതിരൂക്ഷമാക്കി മാറ്റി. അത് അതിരൂക്ഷമായി മാറി. ഒരു ദിവസം ആ സഹോദരിയെ ഉടുതുണിയൊക്കെ വലിച്ചൂരി വീട്ടിന്റെ പുറത്തേക്ക് തള്ളി എറിഞ്ഞു. സഹോദരിക്ക് അപമാനം സഹിക്കാൻ വയ്യാതെ ഓടി ബാക്കിലേക്ക് ചെന്ന് വീടിന്റെ ബാക്കിലിരുന്ന ഒരു ക്യാൻ മണ്ണെണ്ണ എടുത്തങ്ങ് കുടിച്ചു. വിശ്വാസത്തിൽ അത്രയും നിന്നത്, പക്ഷെ സഹിക്കാൻ പറ്റിയില്ല, മണ്ണെണ്ണ എടുത്ത് കുടിച്ചു. അയൽവാസി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്ന സഹോദരി മണ്ണെണ്ണ എടുത്ത് കുടിച്ചിരിക്കുകയാണ്, ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്, വേഗത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. വേഗം മെഡിക്കൽ കോളേജ് ഞാൻ പിന്നാലെ പോയി ചെന്നു. ഏതായാലും വായും കൊണ്ട് രക്ഷപ്പെട്ടു. ഈ പോകുന്ന വഴിക്ക് തന്നെ ചിലരുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സോപ്പ് കലക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തൊക്കെയായാലും വേണ്ടില്ല, പ്രശ്നമൊന്നുമില്ലാതെ അവർ വയറ് കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടി. പ്രശ്നം അത്ര രൂക്ഷമായി മാറി. സമാധാനം മുഴുവൻ കളഞ്ഞത് ഒരു ദുഷ്ടപിശാച. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം വശം കൂടി ഇവനെ ഓടിച്ചു, ആ നാട്ടിൽ നിന്ന് ഓടിച്ചു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒന്നും ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഞാൻ തിരിച്ചു ഇവിടേക്ക് വന്നു. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല. ഞാൻ അന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് ചെന്നോളാം, എന്താ സംഭവം എന്ന് പറഞ്ഞില്ല, ജനങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ആ വാർഡിലുള്ള
ആ വാർഡിലെ വീടിന് പരിസരത്തുള്ള എല്ലാവരും കൂടെ വട്ടം കൂടി എന്നെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇത് ഇവിടെ പറ്റില്ല, ഇതിനൊരു പരിഹാരം വന്നിട്ട് പാസ്റ്റർ പോയാൽ മതി എന്ന് പറഞ്ഞു. അവരെല്ലാം വട്ടം കൂടി. ഞാനിതിന് എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മനുഷ്യൻ മദ്യപാനം നിർത്തുന്ന ഒരു ലക്ഷണവും ഇല്ല, ഇതുവരെ നോക്കിയിട്ടും പ്രാവശ്യത്തും ഒന്നും സംഭവിച്ചിട്ടില്ല, എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും ഒരാള് ഒരു കസേര കൊണ്ടുവന്നിട്ട് ഒരു വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് എന്നെ അവിടെ ഇരുത്തി ഒരു വട്ടം വളഞ്ഞ് നിൽക്കുക. പരിഹാരം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റർ പറഞ്ഞിട്ട് ഇനി പാസ്റ്ററെ വിടുകയുള്ളൂ. ഇതാണ് സിറ്റുവേഷൻ. എൻ്റെ സമാധാനം കൂടെ കളയുന്ന രീതിയിലായി. മൊത്തം സമാധാനം പോയിരിക്കുക. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു, ഒരു തീരുമാനം പറഞ്ഞു, ആ മനുഷ്യൻ ഇനി ഈ വഴിക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കാല് തല്ലി ഒടിക്കും. അവനെ ഈ ഭാഗത്ത് ഞങ്ങൾ കയറാൻ ഒരാൾ സമ്മതിക്കില്ല, അവനെ ആ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റില്ല. അവരുണ്ടാക്കാൻ പോകുന്ന സമാധാനം അങ്ങനെയാണ്. അതും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റൂ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ എനിക്ക് വിട്ടു തരിക, ഞാൻ സംസാരിച്ചോളാം, ഞാൻ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഇതിന് ഇന്ന് തൊട്ട് പരിഹാരം വരികയാണ്, നിങ്ങൾ എല്ലാവരും ഇത് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു അവസരം തരാമെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആ സഹോദരനെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു വരുത്തി സംസാരിച്ചു, കൗൺസിലിംഗ് ഒക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാനിട വന്നു. ഒരു കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരണത്തിന് വേണ്ടി വരികയാണ്. ഒന്ന് ഓർത്തു നോക്കി, ഒരു ഭവനത്തിൽ കയറിയ ഒരു അസമാധാനം വന്നാൽ മതി, അതങ്ങ് പെരുകി എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റത്തേക്ക് കൊല്ലുവാനും മുടിപ്പാനും അറുപ്പാനും വന്നവൻ. സമാധാനം എടുത്തു കൊണ്ടുപോയാൽ അടുത്ത് സംഭവിക്കുന്നതാണ്, മുടിക്കും, ബന്ധങ്ങൾ അറുത്തുകളയും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ എല്ലാ സ്നേഹബന്ധങ്ങളും അറുത്ത് മാറ്റും. അവസാനം മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും, കൊണ്ടുപോകും. ഇവിടെയാണ് വേഗത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. വേഗത്തിൽ കർത്താവ് ചെയ്യാൻ പോവുക. എന്താ ചെയ്തത്? സാത്താനെ കാൽക്കീഴി ചതച്ചു നിറച്ചു. അതുവരെ പിടികിട്ടാതിരുന്ന മനുഷ്യൻ എന്റെ കാൽക്കീഴി വന്നപ്പോൾ ഞാൻ ഇതിന്റെ അത്ഭുതത്തോടെ ഓർത്തു. എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള കണ്ടീഷനിലേക്ക് വിനയത്തോടെ വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇതുപോലെ നമ്മുടെ കാൽക്കീഴി കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നിലവിളിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഇനി വൈകില്ല. വേഗത്തിൽ ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. വേഗത്തിൽ സമാധാനം വരുത്തുന്ന ദൈവം, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ വേറെ എവിടെയല്ല, നിങ്ങളുടെ കാൽക്കീഴിൽ, നമ്മുടെ കാൽക്കീഴിൽ ചതച്ച് പറിക്കണമെങ്കിൽ നമുക്കൊരു ധൈര്യം വരാനുണ്ട്. ധൈര്യത്തോടെ പറയണം, ദൂഷ്ടാപിശാചേ, പേര് വിളിക്കണം, നിനക്കിനി എന്റെ മേൽ വാഴുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പറയണം. യേശുവിന്റെ നാമത്താലുള്ള സമാധാനം എന്റെ വീട്ടിൽ നിറയട്ടെ. ദൂഷ്ടപിശാചേ, നിനക്കിനി ഇവിടെ അനങ്ങാൻ അവകാശമില്ല. നിന്റെ വാലാട്ടം ഇനി ഇവിടെ അനുവദിക്കുന്നതല്ല. ചതഞ്ഞറിയുക യേശുവിന്റെ നാമത്തിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ പറയാൻ പറ്റുമെന്ന്. വചനം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്രയോജനം. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കാൻ പോകുന്നവർക്കാണെങ്കിൽ ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ല, എനിക്കിത് ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവർ ധൈര്യത്തോടെ അതിന്റെ സ്പെല്ലിങ്ങും ഗ്രാമറും നോക്കാതെ ഹല്ലേലൂയ ആമേൻ പറഞ്ഞൊന്ന് തയ്യാറായാൽ വലിയ വിജയമാണ് കിട്ടുന്നത്. അപ്പോ സമാധാനം വീണ്ടും വന്നു കയറും. ഹല്ലേലൂയ. പുതിയ സമാധാനം വന്ന് നിറയും. ഇനി സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ വരില്ല. കാരണം ദുഷ്ടൻ നമ്മുടെ കാൽക്കീഴിൽ ചതഞ്ഞ് അരഞ്ഞുപോയി. ദുഷ്ടൻ തന്റെ കാൽക്കീഴിൽ വന്ന് ചതഞ്ഞ് അരഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ഇത്രയും വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, ഒത്തിരി വൈകിക്കാൻ പറ്റില്ലല്ലോ. ഈ വേഗത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ഞാനൊരു ഉദാഹരണം പറയാം, ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി. ഉൽപ്പത്തി പുസ്തകം 41:14 ഇങ്ങനെ വായിക്കുന്നു: ഉടനെ ഫറവോൻ ആളയച്ചു, യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. കുണ്ടറയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ റിലീസ് ഓർഡർ വന്ന് അതിന്റെ ചട്ടവും ക്രമവും ഒക്കെ നടപ്പിലാക്കി പുറത്തിറക്കാൻ കുറെ സമയം വേണം. എന്നാൽ ഇപ്പൊ സംഭവിക്കുന്നത് അറിയോ? വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. ഒരു താമസവും ഇല്ല. ഇനി ഓർഡർ കൊട്ടാരത്തിൽ നിന്ന് വരാനൊന്നുമില്ല. ഓർഡറും കൊണ്ട് പാഞ്ഞു വന്നിരിക്കുക. സമയങ്ങളിൽ എന്ന് പറഞ്ഞ ആളുകളെല്ലാം കൂടെ റെഡി ആയിട്ട് നിൽക്കുക. മുടി വെട്ടുന്നു, അവിടെ പറയുന്നു വസ്ത്രം മാറി പുതിയ വസ്ത്രം ഇടിയിക്കുന്നു, രഥം റെഡിയായി മുന്നോട്ട് കൊണ്ടുപോവുക. എന്താ സംഭവം? ജോസഫേ, എന്താ സംഭവം? കുറച്ചു നാളായി കാരാഗ്രഹത്തിൽ കിടക്കുന്നു.
കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നേ, കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറയാ, ഇനി അങ്ങനെ കിടക്കണ്ട, വേഗത്തിൽ ചെന്ന് സംഭവിക്കാൻ പോവാ. വേഗത്തിൽ സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പാനപാത്രവാഹകൻ കൊട്ടാരത്തിൽ പോയ സമയത്ത് ജോസഫിന് പ്രതീക്ഷയുണ്ട്, അടുത്ത 24 മണിക്കൂറിനകം, അല്ലെങ്കിൽ 2 ദിവസത്തിനകം, 3 ദിവസത്തിനകം, 7 ദിവസത്തിനകം കണക്കുകൂട്ടിയിരുന്നു, ഞാൻ പുറത്താകും. അവൻ പറയും, രാജാവിനോട് നല്ല സമയം നോക്കി പറയും, മാക്സിമം വന്ന ഒരു 7 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു. എന്താ സംഭവിച്ചത്? പാനപാത്രവാഹകൻ മറന്നുപോയി. ചില കാര്യങ്ങൾ മറന്നു കിടക്കുകയാ. ആരും പ്രവർത്തിക്കുന്നില്ല. ആരും ജോസഫിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അവന് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ല. എല്ലാവരും മറന്നുപോയി. പലരെയും ഏൽപ്പിച്ചതാ, ഒരു കാര്യത്തിന് വേണ്ടി, ഈ കാര്യം ഒന്ന് ഇടപെടണമേ, ഈ കാര്യം ഒന്ന് സംസാരിക്കണമേ, ഇതിനു വേണ്ടി എന്തെങ്കിലും നിങ്ങളൊന്ന് കൈയണിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പലരോടും പറഞ്ഞത് മറന്നു കിടക്കുക. എന്നാൽ കർത്താവിന്റെ ദൂത് പറയുക, എന്താ കർത്താവ് പറയുന്ന ദൂത്? ഇപ്പോൾ ചിലത് വേഗത്തിൽ സംഭവിക്കാൻ പോവുക. ഉടനെ ഫറവോൻ ആളയച്ചു. ഒന്നും കൂടെ പറയാ, ഉടനെ ചില കാര്യങ്ങൾ ദൈവം നിറവേറ്റി തരാൻ പോവുക. ചിലരെ അയക്കാൻ പോവുക. എന്തിനാണെന്നറിയോ? കുണ്ട്രയുടെ അനുഭവത്തെ, തടവിലാക്കപ്പെട്ട അനുഭവങ്ങൾ ഇനി തടവിലാക്കി കിടക്കണ്ട. തടവറയുടെ വാതിൽ തുറക്കുന്ന ദൈവകരം ചലിക്കുകയാണ്. പത്രോസ് പറയുന്നുണ്ട്, 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും 4-ാം കാവലും സ്വതവേ തുറക്കുന്ന ചിലതൊക്കെ അത് കണ്ടു. വേഗത്തിൽ സംഭവിച്ചു. എപ്പോ സംഭവിച്ചു? നേരം വെളുത്താൽ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നൊരു വിഷയം വന്നപ്പോൾ അതിനു മുമ്പേ വേഗത്തിൽ ദൂതനെ അയച്ചെന്ന് കുണ്ട്രയുടെ വാതിൽ തുറന്നു തന്നെന്ന് ബന്ധനങ്ങളെ അഴിക്കാൻ പോവുക. ചില ബന്ധനങ്ങൾ നാളുകളായി, ഹല്ലേലൂയ, 4 സേവകരൊക്കെ നിന്നിട്ട് ചങ്ങല കയ്യിനും കാലിനും ഒക്കെ ചങ്ങലയിട്ട് അനങ്ങാനും പറ്റുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ ചലനമറ്റ് നിൽക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ സ്തോത്രം ചങ്ങലയെ അറുത്തുമാറ്റി, ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി, കുണ്ട്രയുടെ വാതിൽ തുറന്നു തന്ന് വേഗത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ ഉത്തരവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് വിശ്വസിക്കേ. ഇന്ന് രാത്രി അങ്ങനെ തന്നെ വിശ്വസിക്കേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ഒന്നും കൂടെ വേഗത്തിൽ പറഞ്ഞാട്ടെ, ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ സ്പീഡ് അനുസരിച്ച് എന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഇനി വൈകിക്കരുത്, ഇന്ന് തന്നെ അതിന്റെ കാര്യം എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു തുടങ്ങി. ഹല്ലേലൂയ. ചില ക്രമീകരണങ്ങളൊക്കെ ചിലത് വരുത്തുകയാണ്. ക്ഷൗരം ജയിച്ചു, വസ്ത്രം മാറി, ചില കാര്യങ്ങളൊക്കെ മാറ്റം പെട്ടെന്ന് സംഭവിക്കുക, വേഗത്തിൽ ചിലത് സംഭവിക്കാൻ പോവുക. ഇതുവരെ ഇല്ലാത്ത ചില അനുഭവങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ പോവുക. ഓർത്ത ദൈവത്തെ ശ്രദ്ധിക്കുക. ഞാൻ ഇനിയും വേഗത്തിൽ മുന്നോട്ട് പോകാം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 2:19. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോഥെയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. അടുത്ത 3-ാമത്തെ കാര്യം പറയുക. വേഗത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന 3-ാമത്തെ കാര്യം, നിങ്ങളുടെ മനം തണുക്കേണ്ടതിന്. സമാധാനത്തിന്റെ ദൈവമാ ഇടപെട്ടു തുടങ്ങിയത്. കർത്താവ് ചെയ്യാൻ പോവുക, മനം തണുക്കേണ്ടതിന് ചിലരെ അയക്കാൻ പോവുക. മനം തണുക്കേണ്ടതിന് ചിലരെ അയക്കാൻ പോവുക. അപ്പൊ കർത്താവിന് ഇടപെടാൻ പോവുക. വേഗത്തിൽ മനം തണുപ്പിക്കും. അസ്വസ്ഥമായ മനസ്സ് ഇന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. അസ്വസ്ഥതയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച വാചകങ്ങൾ കർത്താവ് കേട്ടിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയാ, വേഗത്തിൽ മനം തണുപ്പിക്കും. മനം തണുപ്പിക്കാൻ ദൈവം ചിലരെ അയക്കും. ഒന്നും കൂടെ പറയാം, മനോഭാരത്തിലായിരിക്കുന്നവർക്ക് മനം തണുപ്പിക്കുന്ന വാർത്ത ഉടനെ ലഭിക്കും. വേഗത്തിൽ ലഭിക്കാൻ പോകുന്നു മനം തണുപ്പിക്കുന്ന വാർത്ത. മരണം കഴിഞ്ഞു, അവൻ മരിച്ചുപോയി, ഇനി എനിക്ക് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് കരയാൻ തുടങ്ങി. അവന്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വന്ന് ആശ്വസിപ്പിക്കുക.
അപ്പച്ച കരയണ്ട അപ്പച്ച. ഇവിടെ ജോസഫ് പോയാലും ബാക്കി ഞങ്ങളെല്ലാരും ഇല്ലേ? കരയണ്ട അപ്പച്ച. അവിടെ നമ്മൾ വായിക്കുന്നത് അവനെ ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാതെ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു. എത്ര നാളാ കരഞ്ഞുകൊണ്ടിരുന്നത്? ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുക. അവൻ മനസ്സിലാക്കിയ കാര്യം സത്യമല്ല. അവൻ മനസ്സിലാക്കിയത് തന്റെ മകന്റെ കാര്യം കഴിഞ്ഞു പോയെന്നാണ്. ഇനി നടക്കില്ല ഒന്നും, ഇനിയൊന്നും സംഭവിക്കുന്നില്ല. ഇത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മനസ്സിലാകെ വ്യസനം വന്ന് നിറഞ്ഞ് ആശ്വാസം ആര് പറഞ്ഞാൽ പോലും കൈക്കൊള്ളാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് ആരെ ഇപ്പൊ ഒരു ആശ്വാസം അയച്ചിരിക്കുന്നതെന്ന് അറിയോ? ജോസഫ് ഒരു രഥം അയച്ചു. വേഗത്തിൽ ചിലത് സംഭവിക്കുക. ഫറവോൻ പറഞ്ഞു, വേഗത്തിൽ നിന്റെ അപ്പനെയും സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടു വരിക എന്നൊരു ഉത്തരവ് ഇറങ്ങി. കൊട്ടാരത്തിൽ നിന്ന് ഒരു ഉത്തരവ് പെട്ടെന്ന് ഇറങ്ങി. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രാജകീയ രഥം പുറപ്പെട്ടു. അത് ഇപ്പോൾ യാക്കോബിന്റെ വീടിന്റെ മുന്നിൽ എത്തിയിരിക്കുക. അവിടെ വായിക്കുന്നത്, രഥം കണ്ടപ്പോൾ അവന് ചൈതന്യം വന്നു എന്ന് പറഞ്ഞു. ഈ മനം തണുപ്പിച്ചാൽ ചൈതന്യം കിട്ടും. ഈ മനം ഇത്തിരി ഹോട്ടായിട്ടിരിക്കുന്നതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈതന്യം പോയി, ഒരു ഉശിര് പോയി, ഒരു സന്തോഷം പോയി, ഒരു ചൈതന്യം പോയി. ഇത് മടക്കി വരുത്തുവാൻ വേഗത്തിൽ എന്റെ ദൈവം ചിലരെ അയക്കുന്നു, ചിലതയക്കുന്നു. ഒന്നുകൂടെ പറയാം, ചിലരെ അയക്കുന്നു, ചിലതയക്കുന്നു. നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറായിക്കോ? അത് നമ്മൾ നേരിട്ട് കാണും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്റെ ദാസന്മാർ കാണുന്ന വിധത്തിൽ ചില രഥങ്ങൾ വന്ന് മുമ്പിൽ നിൽക്കും. തന്റെ ദാസന്മാർ കാണേണ്ടതിന് ചില രഥങ്ങൾ മുന്നിൽ വന്ന് നിൽക്കും. സ്തോത്രം. കാണില്ലെന്ന് പറഞ്ഞ ചില ജോസഫുമാരെ നിങ്ങൾ നേരിൽ കാണും. ഇനി നടക്കില്ലെന്ന് പറഞ്ഞ വിഷയങ്ങള് കണ്ണു മുമ്പിൽ കാണുന്ന വിധത്തിൽ ദൈവിക ദൂത് ഇന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഈ ദൈവിക ദൂത് നമ്മളോടൊന്ന് ഇടപെടട്ടെ. ഈ ദൈവിക ദൂത് നമ്മളെ ഒന്ന് ചൈതന്യപ്പെടുത്തട്ടെ. ഗ്ലോറി. യേശുവിന്റെ നാമത്താൽ മനം ഒന്ന് തണുക്കട്ടെ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഗ്ലോറി. യേശുവിന്റെ നാമത്താൽ ചില മനം ഒന്ന് തണുക്കട്ടെ, പ്രാണൻ തണുക്കട്ടെ. പ്രാണന് ചൂട് പിടിച്ചാൽ എന്താ പ്രശ്നം എന്നറിയാമോ? അതിന്റെ പേരെ ഭ്രാന്ത്, വട്ടളകും. സാധാരണ മനുഷ്യന് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. എല്ലാറ്റിലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തോന്നും ഒരു അസ്വാഭാവികത. എന്താ പ്രശ്നം? അവരുടെ കുഴപ്പമൊന്നുമല്ല. മനം പ്രാണനെ ചൂട് പിടിച്ചിരിക്കുക. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഇനി ചൂടായി പോയാൽ കൺട്രോൾ മുഴുവൻ നഷ്ടപ്പെടുമെന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇനി ഈ അനുഭവം പറ്റില്ല. അത് കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും പലതും ചിന്തയിൽ കയറി വന്നിട്ട് പ്രാണൻ ചൂട് പിടിക്കുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്താൽ മാറി. യേശുവിന്റെ നാമത്താൽ അത് തണുക്കട്ടെ. മനം തണുക്കട്ടെ. സന്തോഷവാർത്ത വീട്ടിലേക്ക് വന്ന് കയറട്ടെ. സമാധാനത്തിന്റെ ദൈവം വീട്ടിൽ വന്ന് കയറട്ടെ. സാത്താൻ കാൽക്കീഴിൽ ചതഞ്ഞരയട്ടെ. ദൂഷ്ടപിശാച് മനം ചൂട് പിടിപ്പിച്ച് മനസ്സിൽ ഇല്ലാത്ത ചിന്തകളെ കൊണ്ടുവന്നിട്ടിട്ട് സ്വസ്ഥത കളഞ്ഞ് വീട്ടിലെ സന്തോഷം കളഞ്ഞ് ഭാരപ്പെടുത്തി വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവിക ഇടപെടൽ വേഗത്തിൽ സംഭവിക്കുന്നു. വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഞാൻ എന്നോട് പറയുന്നു, വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. അങ്ങനെ സംഭവിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. സ്തോത്രം. വിമർശിക്കല്ലേ, പ്രഖ്യാപിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്യുന്നു എന്ന് അർത്ഥമുള്ളൂ. അത് പരസ്യപ്പെടുത്തുകയാണ്, വിശ്വാസത്തോടെ പരസ്യപ്പെടുത്തുക. ഇനി മനം തണുക്കാൻ പോവുക. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അയ്യോ, ഞങ്ങളെ ഈ വീട്ടിലെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് നാട് കുറച്ചായി. പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഇനി പറയേണ്ടി വരില്ല.
അതിന്റെ റൂട്ട് കോസിൽ കർത്താവ് ഇടപെടുകയാ. ഇത് ദൂതാണ്, ദൈവത്തിന്റെ ദൂത്, സത്യമായ ദൂത്. ഓ സ്വത്രം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് മറന്നുപോകരുത്, വിശ്വാസയോഗ്യം. ഞാൻ ആ പദം ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് പറയട്ടെ. വിശ്വാസയോഗ്യം. ആര് വിശ്വാസം യോഗ്യമായി എടുക്കുന്നുവോ, യോഗ്യമായ രീതിയിൽ ഇത് വിശ്വാസമായി എടുക്കുന്നുവോ, ഒന്നുകൂടെ പറയാം, യോഗ്യമായ രീതിയിൽ, വെറുതെ ഒരു പുറംപൂച്ചിന് പറയുന്ന വിശ്വാസമല്ല. യെസ്, ഇത് തിരുവചനം തന്നെയാ. ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ജീവനുള്ള സത്യദൈവം. ആ തിരുമൊഴി ജീവനുള്ളതും ചൈതന്യമുള്ളതും നിറവേറുന്നതും ഇന്നും നിലനിൽക്കുന്നതുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യോഗ്യമായ രീതിയിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ സംഭവിക്കും. സ്തോത്രം. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാകിയാൽ വചനത്തിന് ദൈവത്തോളം ആധികാരികതയുള്ളതുകൊണ്ട് ആ ധൈര്യത്തിലും ആ വിശ്വാസത്തിലും ഞാൻ ഉറപ്പോടെ പ്രഖ്യാപിക്കുക. ഒന്നും കൂടെ ഡിക്ലെയർ ചെയ്യുക. മനം തണുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ മനം തണുക്കട്ടെ. ചില ഭവനങ്ങളോട്, ചില വ്യക്തികളോട് വ്യക്തിപരമായി ദൈവം ഇടപെടുകയാ. യേശുവിന്റെ നാമത്താൽ നിന്റെ മനം തണുക്കട്ടെ. ഇനിയും നിന്റെ മനം ചൂടായാൽ വീട്ടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും. ഇനിയും നിന്റെ ഭവനത്തിനകത്ത് ചൂടായാൽ, മനം ഇനിയും പഴുത്താൽ, ചുട്ടുപഴുക്കുന്ന അനുഭവങ്ങളിലേക്ക് വന്നാൽ പൊട്ടിത്തെറി ഉണ്ടാകും. ചിലത് പൊട്ടിമാറും, ചിലത് അടർന്നു മാറും. ഓ, ദുഷ്ടന്റെ ശക്തിയെ തണുപ്പിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി ഇപ്പോൾ പ്രസരിക്കട്ടെ. യേശുവിന്റെ നാമത്താൽ മനോഭാരങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. മനം തണുക്കട്ടെ. പ്രാണനെ തണുപ്പിക്കുന്ന നല്ല ഇടയൻ ഇന്ന് ദൂത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ ജയം വ്യാപരിക്കട്ടെ. ഗ്ലോറി. യേശുവിന്റെ നാമത്താൽ ജയം വ്യാപരിക്കട്ടെ. നാലാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസ് 18:8. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവ് പറഞ്ഞതാട്ടോ. കർത്താവ് വേഗത്തിൽ ചെയ്യാൻ പോകുന്ന നാലാമത്തെ കാര്യം, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുക, ഈ പ്രതിക്രിയ നടത്തി വേഗത്തിലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ തിരുവചന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞതാ. അത് പഠിപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ നടക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം പറയുക, വിശ്വാസമാണ് അടിസ്ഥാനം. ഈ വേഗത്തിൽ ദൈവം ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വിശ്വാസമായി പരിണമിക്കണം. ഇതിനൊരു രൂപാന്തരം വരണം. വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കണം. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, അങ്ങ് ഹൃദയത്തിന് ചൂട് പിടിച്ച് വിളിച്ചു പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവചനാത്മാവ് വിളിച്ചു പറഞ്ഞതാണെന്ന് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ നിന്ന് ദൂതായിട്ട് കർത്താവ് തന്നതാ പറയുന്നത്, അല്ലാതെ ഞാനൊരു സ്റ്റഡി നോട്ട് എടുത്ത് വെച്ച് പറയുന്നതല്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വ്യക്തിപരമായി നമ്മളോടുള്ള ദൂതാണ് പറയാനുള്ളത്. ഇത് തലയെ കൈവച്ച് പറയുന്ന ദൂതായിട്ട് നിങ്ങളങ്ങ് ഏറ്റെടുത്താൽ മതി. നിശ്ചയമായി നിങ്ങളങ്ങ് വിശ്വസിക്കേ, അതങ്ങ് പരിണമിക്കട്ടെ. എന്നാൽ പ്രശ്നം എന്താ അറിയോ? ഇത് വേഗത്തിൽ നടക്കാത്തതിന് കാരണം, ഭൂമി നടക്കുന്നതിന് തടസ്സം എന്താന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ, വിശ്വാസം കണ്ടെത്താൻ പോലും ഇല്ല. വിശ്വസിക്കാൻ മനസ്സില്ലേ? ഈ സ്ഥിതി ഒന്ന് മാറട്ടെ. അങ്ങനെയെങ്കിൽ വേഗത്തിൽ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? പ്രതിക്രിയ നടത്തി സംഭവിക്കും. അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ ചെന്ന വിധവയുടെ കാര്യമായി പറയുന്നു. അവ ഒരു കാര്യം നിറഞ്ഞുകയും ചെയ്യില്ല. നീതിയോടെ പ്രവർത്തിക്കുന്ന പ്രശ്നമില്ലാത്ത ഒരു ജഡ്ജ് അവന്റെ അടുത്ത കേസ് കൊണ്ടു കൊടുത്തു. എത്ര പറഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. ഒരു ഉത്തരവ് എഴുതുമില്ല, ഒപ്പിടുമില്ല. പക്ഷെ സഹോദരി മടുത്തു പോകാതെ അങ്ങ് പറഞ്ഞു തുടങ്ങി. അസഹ്യപ്പെടുത്തുന്ന വിധത്തിലായി തുടങ്ങി. നിർത്തില്ല. എനിക്ക് കാര്യത്തിൽ മറുപടി കിട്ടാതെ ഞാൻ പോകില്ല, ഇതിന് മറുപടി കിട്ടാതെ ഞാൻ ഇനി എഴുന്നേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരി അങ്ങ് മല്ലി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് എത്ര അനീതിയുള്ളവനായാലും, ഇല്ലെങ്കിൽ ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവളെ എൻ്റെ മുഖത്തടിക്കുന്ന കണ്ടീഷനൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് ഈ മനുഷ്യൻ നീതി നടപ്പാക്കി കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ കർത്താവ് ഒരു 3 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഒന്ന്, വിശ്വാസം അവിടെ വേണം. 18 പറയുന്നത്
മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതായത് കുറെ നാളായി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മടുപ്പ് സ്വാഭാവികമായിട്ട് വരും. മറുപടി വൈകിയാൽ മടുപ്പ് വരും. മറുപടി വൈകുമ്പോൾ മടുപ്പ് വരും. ആ മടുപ്പ് വരരുത്, പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് ഒന്നും കൂടെ പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. മടുത്തു പോകാതെ 2 നേരം പ്രാർത്ഥിക്കണോ? അയ്യോ അതുപോരാ, ഒന്ന് വേഗത്തിൽ നടക്കണോ? വേഗത്തിൽ നടക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം പറഞ്ഞത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക. ദിവസം മുഴുവൻ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിഷയം വേഗത്തിൽ നടക്കും, വേഗത്തിൽ നടക്കും. വേഗത്തിൽ നടക്കാൻ വേണ്ടി ആ കാര്യം അങ്ങ് കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കുക. ഇനി അതിന്റെ 7-ാം വാക്യം വായിക്കുക. 18-ന്റെ 7 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഇതാണ് എൻ്റെ കണ്ടീഷണൽ ക്ലോസ്. അവിടെ അപ്പൊ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. മടുത്തു പോകരുത്. വേഗത്തിൽ നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എപ്പോഴും പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ അതന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. രാപ്പകൽ തന്നോട് നിലവിളിക്കുക. അത് പകൽക്കാലം മാത്രമല്ല, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും ഇത് തന്നെ പ്രാർത്ഥിക്കുക. വീണ്ടും പ്രാർത്ഥിക്കുക. രാപ്പകൽ. ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും കൂടെ ശക്തി, സ്പീഡ് ഒന്നും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്പം നിലവിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇതിന് പരിഹാരം വന്നേ പറ്റുള്ളൂ. കർത്താവേ, എനിക്ക് സഹിച്ചു മടുത്തു. മോശ കരഞ്ഞു പ്രാർത്ഥിച്ച പോലെ യഹോവേ എത്രത്തോളം താമസം. മോശ നിലവിളിക്കുക, ഞങ്ങളോട് സഹതാപം തോന്നണമേ. കർത്താവെ വേഗം വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. യഹോവയെ മടങ്ങി വരണമേ. ഈ വിഷയത്തിൽ കർത്താവ് ഒന്ന് മടങ്ങി വരണം. ഈ വിഷയത്തിൽ കർത്താവ് ഒന്ന് ഇടപെടണം. കർത്താവേ എത്രത്തോളം താമസം? ഇനി താമസമില്ല. കർത്താവ് ദൂത് പറയുന്നത് എന്താ? വേഗത്തിൽ ചെയ്യുന്നു. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ കാര്യം സംഭവിക്കണമെങ്കിൽ വ്യവസ്ഥയെ പറയുന്നത് മടുത്തു പോകാതെ രാപ്പകൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനക്കാരുണ്ട്. അവരോടുള്ള മറുപടിയാണിത്. വേഗത്തിൽ സംഭവിക്കാൻ പോവുക. മടുത്തു പോകണ്ട. ഇനി നിങ്ങൾ മടുത്തു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഇടപെടാൻ പോവുകയാണ്. ഈ മടുപ്പൊക്കെ വന്നിട്ട് ചിലപ്പോൾ പ്രാർത്ഥന നിർത്തും. അതെന്താ പ്രശ്നം? പ്രാർത്ഥന നിർത്തിയല്ല പ്രശ്നം. പ്രാർത്ഥന നിർത്തിയാൽ അത് പാപം എന്നാ പറയുന്നു. നമ്മൾ പ്രാർത്ഥന തുടങ്ങി മറുപടി കിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥന നിർത്തിയാൽ നിങ്ങൾ പാപം ചെയ്യുക. ശൗമേലിന്റെ പുസ്തകം 12:23 നമുക്കറിയാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. ഇത് നിർത്തിക്കഴിഞ്ഞാൽ നല്ലതും ചൊവ്വുള്ള വഴി കിട്ടില്ല. നിങ്ങൾ പാപം ചെയ്യുന്ന സിറ്റുവേഷനാണ്. പ്രാർത്ഥന നിർത്തിയാൽ പാപം ചെയ്യലായിട്ട് മാറും. അപ്പൊ പിന്നെ വേഗത്തിൽ നടക്കില്ല. എല്ലാം ഡിലേ വന്നതിന് കാരണം അതാ. എന്നാൽ നമ്മൾ മടങ്ങി വരണം. മടങ്ങി വരിക. വചനത്തിലേക്ക് മടങ്ങി വരിക. വചനത്തിലേക്ക് മടങ്ങി വരിക. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു. നമുക്ക് നല്ല പരിചയമുള്ള വാക്യ, ചെറിയ വാക്യം: ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. രാപ്പകൽ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കണം. കണ്ടിന്യൂസ്. വിശ്വാസം വേണം. 5 കാര്യങ്ങൾ. ഈ വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഏത് വ്രതനുണ്ടെങ്കിലും, വ്രതമെടുത്ത് ജീവിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കുന്ന, ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരാളുടെ കാര്യത്തിലും കർത്താവ് ഇനി വെച്ച് താമസിപ്പിക്കില്ല. വേഗത്തിൽ, ഒന്നും കൂടെ പറയാം, പ്രതിക്രിയ നടത്തി ദൈവം പ്രവർത്തിക്കും. പ്രതിക്രിയ. അതിന് പ്രശ്നത്തിന് ഒരു പരിഹാരം. അതാണ് പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ. എന്താ പ്രശ്നം? അതിന് സൊല്യൂഷൻ കർത്താവ് കൊണ്ടുവന്ന് രക്ഷിക്കും. ഒരു സഹോദരി ദിനം പ്രതി കഷ്ടനുഭവിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പ്രതിയോഗി പെനീന എന്ന അവളുടെ പേര്. അവളുടെ പ്രതിയോഗിയായ പെനീന ദിവസം പ്രതി അവളെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അവളെ വ്യസനിപ്പിച്ചുകൊണ്ടിരിക്കുക, അവളെ വ്യസനിപ്പിക്കുക. നീ മച്ചിയല്ലേ, നീ വീട്ടിന്റെ ശാപമാ, നിന്നെ കണ്ടാൽ ഇന്നത്തെ ദിവസം പോയി. അവളുടെ മുഖം കണ്ട വന്നു, എന്റെ മുമ്പിൽ വന്നു. എന്തെങ്കിലും ഒരു കൊണിവാചകം പറയാതെ അസഹ്യപ്പെടുത്തി പ്രതിയോഗി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് ആലയത്തിൽ പോയത്. വീട്ടിലിരുന്ന് പ്രാർത്ഥനയിൽ നിന്ന് മാറി
ഒരു വിശ്വാസത്തിന്റെ ഒരു വർധനവ് വന്നു. എന്റെ വിഷയത്തിന് ഞാൻ സഭയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടുന്നുള്ളൊരു വിശ്വാസത്തോടെ അവൾ പോയി. ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചുള്ളൂ കേട്ടോ. വേഗത്തിൽ പ്രതിക്രിയ ദൈവം നടത്തി. അവളുടെ ഹന്നയുടെ ഗർഭം അടച്ചിരുന്ന അവസ്ഥയെ ദൈവം തുറന്നു. ഹന്നയുടെ ഗർഭം ദൈവം തുറന്നു. ദൈവം അവക്ക് മകനെ കൊടുത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേഗത്തിൽ പ്രതിക്രിയ നടത്തും. വേഗത്തിൽ പ്രതിക്രിയ നടത്തും. ഓ, അടഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ. ഓ, നാട്ടുകാരും വീട്ടുകാരും ഇത് തന്നെ പറഞ്ഞിട്ട് വിഷമം വരിക. ചിലടത്ത് ഫംഗ്ഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുക. എനിക്ക് പോകാൻ പറ്റില്ല. അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അവരൊന്നും ചോദിച്ചില്ലെങ്കിൽ പോലും അവരൊരു നോട്ടം മതി, എന്റെ മുഖം വിഷമം വരും. ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും. അയ്യോ, എനിക്ക് പറ്റില്ല. ഇതിനൊരു പരിഹാരം ഇല്ലേ? എനിക്ക് തോന്നുന്നില്ല ഒരു പരിഹാരം വരുമെന്ന് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നിടത്ത് വിശ്വാസത്തോടെ വാചനമേറ്റെടുത്ത് ഒറ്റ പ്രാർത്ഥന മതി എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ സംഭവിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല, മനം പിന്നെ ചൂടുപിടിച്ചില്ലെന്ന്. പിന്നെ പെനീനയോട് മറുപടി പറയേണ്ടി വന്നിട്ടില്ല, തർക്കിക്കാൻ പോയില്ല, ദുഃഖിക്കാൻ പോയില്ല, വാദപ്രതിവാദങ്ങൾ നടത്താൻ പോയില്ല. അവൾക്ക് അപ്പോഴേ സ്വസ്ഥത കിട്ടി. ഇപ്പൊ തന്നെ ഒന്ന് ഏറ്റെടുത്തേ. പ്രതിക്രിയ നടത്തുന്ന ദൈവം ഇനി നിന്നെ നിന്നയാക്കാൻ അനുവദിക്കാതെ, നിന്നെ മാത്രമായി മാറ്റാതെ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപമാനമായി നിന്നയായി തീരുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവം പ്രതിക്രിയ നടത്തില്ലേ? ഗ്ലോറി. പലരും നിന്നിച്ച പല വിഷയങ്ങളുടെ മധ്യത്തിൽ അനുഭവങ്ങളൊക്കെ പറയണമെന്ന് തോന്നിയ ദൈവം തുറന്ന വഴികൾ എത്ര ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഓപ്പൺ ചെയ്തു ഡോറ്. ജോലിയുടെ വാതിൽ ദൈവം തുറന്നു. നിന്ന മാറ്റി ഉരുട്ടിക്കളഞ്ഞിട്ട് നിനക്കതിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വിധി എഴുതിയെടുത്ത് ദൈവത്തിന്റെ കരം ചലിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചു. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. ദൈവമക്കളെ, എന്നോടൊപ്പം അല്പമെങ്കിലും നിങ്ങൾ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് വന്നാട്ടെ. അതും പോരാ. കർത്താവ് പറയുന്ന അളവിലേക്ക് ഒന്നുകൂടെ പറഞ്ഞ കടുകുമണിയോളമുള്ള വിശ്വാസത്തിലേക്ക് ഒന്നുകൂടെ പ്രവേശിച്ചേ. നിശ്ചയമായും ഇനി നിങ്ങൾ നിന്ന് അനുഭവിക്കേണ്ടി വരില്ല. പ്രതിക്രിയ നടത്തുന്ന ദൈവം വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൂത് പറയട്ടെ, ദൈവസഭയിലുള്ള ഓരോ കുടുംബത്തിനും വേണ്ടി ദൈവത്തിന് പ്രതിക്രിയ വേഗത്തിൽ നടക്കാൻ പോകുക. ഈ പ്രാർത്ഥനയൊന്നും വേസ്റ്റ് അല്ലെന്നേ. എന്തിനാ നമ്മൾ ഉപസിക്കുന്നേ? എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നേ? രാപ്പകൽ നമ്മൾ വിളിക്കുക, രാവിലെയും പ്രാർത്ഥന, വൈകിട്ടും പ്രാർത്ഥന. എന്തിനായി പ്രാർത്ഥന? നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം, ഇതിനൊരു മറുപടി ദൈവം തരാൻ പോകുക. ഇതിന് റിസൾട്ട് ഉണ്ടെന്ന് അവർ കാണട്ടെ, നമ്മുടെ തലമുറ കാണട്ടെ. കണ്ട മക്കളെ, ഈ പ്രാർത്ഥിച്ചതിന്റെ ഫലം കണ്ടോ എന്നൊക്കെ പറയത്തക്കോണം ഒന്ന് പറഞ്ഞേ. സ്തോത്രം. ഒരു വെള്ളിയാഴ്ച നമ്മൾ ദൈവസഭയിൽ പ്രാർത്ഥിച്ചു. അപ്പച്ചനെ ഓർത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ റീഇൻസ്റ്റേറ്റ് ചെയ്ത, വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി, വീണ്ടും ആരോഗ്യം കൽപ്പിച്ച്, വീണ്ടും ജീവൻ കൽപ്പിച്ച് പ്രാണനെ പരിപാലിച്ചത് ദൈവസഭ കണ്ടതാ. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ പറയാം, നമ്മുടെ പ്രാർത്ഥനയൊന്നും നിഷ്ഫലമായി പോകില്ല. അതിലെല്ലാം ദൈവിക ഇടപെടലുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നത് ചെയ്യും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ. മറ്റു വിഷയത്തിലേക്ക് ഞാൻ ഇന്ന് പ്രവേശിക്കുന്നില്ല. അത് മറ്റൊരു ദിവസത്തിൽ പ്രവേശിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ മറുപടി നമുക്ക് അടുത്ത ദിവസം പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. യെശയ്യാപ്രവചനം 5-ാമത്തെ കാര്യം പറയട്ടെ. യെശയ്യാപ്രവചനം 51:14 വായിക്കും. 51:14. പീഡകന്റെ ക്രോധം എവിടെ? ചിലർ അനുഭവിക്കുന്ന ചില പീഡകന്മാരെ അങ്ങ് വ്യസനിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും, കഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഭവനത്തിനകത്ത്, ചില വ്യക്തികളുടെ ജീവിതത്തിൽ, ജോലി സ്ഥലത്ത് ചില പീഡകന്മാർ. കർത്താവ് പറയാ, അവർ ക്രോധം കൊണ്ടങ്ങിട്ട് ദേഷ്യം വന്നിട്ട് പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികൾ. അത് എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവന്റെ ആഹാരത്തിനെ മുട്ടുവരികയുമില്ല. വേഗത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ചില ബന്ധനങ്ങൾ അഴിക്കാൻ പോവുക. എവിടെയൊക്കെ ബന്ധനങ്ങൾ പറയുന്നുണ്ട്? 1, ഹെൽത്തിലെ ബന്ധനം അഴിക്കാൻ പോവുക. 2, വെൽത്തിലെ ബന്ധനങ്ങൾ അഴിക്കാൻ പോവുക.
ഹെൽത്തിലും വെൽത്തിലും ഇട്ടിരിക്കുന്ന ബന്ധനങ്ങൾ വേഗത്തിൽ കർത്താവ് അഴിക്കാൻ പോവുകയാണ്. കുണ്ടറ ബന്ധനം, ഒന്നും കൂടെ പറയാ, ബദ്ധനായിരിക്കുന്ന അനുഭവങ്ങൾ. എന്താ ഹെൽത്തിലെ ബന്ധനം എന്ന് പറയാൻ കാരണം? കുണ്ടറയിൽ മരിക്കയില്ല എന്ന് പറഞ്ഞാൽ ഈ രോഗബന്ധനം മരണകരമായ രോഗബന്ധനം വന്ന് ബന്ധിച്ചിരിക്കുക. മരണകരമായ ദീനം വന്ന് ബന്ധിച്ചിരിക്കുക. കർത്താവ് പറയുക, വേഗത്തിൽ ഈ ബന്ധനങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ പോവുക. യേശുവിന്റെ നാമത്താൽ ഹെൽത്തിനോട് ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്താൽ വേഗത്തിൽ അഴിഞ്ഞു മാറട്ടെ. വേഗത്തിൽ അഴിഞ്ഞു മാറട്ടെ. വേഗത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്താൽ അത് മാറുകയാണ്. മറ്റൊന്ന്, ആഹാരത്തിന് മുട്ടുവരില്ലെന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, വെൽത്ത്. സാമ്പത്തിക മേഖലയിൽ ചില ബന്ധനങ്ങൾ വന്ന് വിടുക. 2 ദിവസം ജോലിക്ക് പോയാൽ പിന്നെ 3 ദിവസത്തിന് പോകാൻ പറ്റുന്നില്ല. കിട്ടുന്ന ശമ്പളം തികയാതെ വരുന്നു. പലതും പ്രശ്നങ്ങൾ വരിക. പ്ലാൻ ചെയ്തതൊക്കെ കണക്കൂട്ടലുകൾ തെറ്റുകയാ. എന്താ കാര്യം? ആരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇതിന്റെ കാര്യം എന്താ? ചില ബന്ധനങ്ങളാ. എന്നാ കർത്താവ് പറയാ, പ്രവാചകൻ വിളിച്ചു പറയുക, പീഡകന്റെ ക്രോധമയുടെ ചില പീഡിപ്പിക്കുന്ന ചില ശക്തികള്, ബന്ധിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങള് യേശുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറട്ടെ. ഈ ബന്ധനം മൂലം നീ മരിക്കില്ല. ഈ എന്റെ ഹെൽത്ത് യേശുവിന്റെ നാമത്താൽ മടങ്ങി വരികയാണ്. സാമ്പത്തിക മേഖല തകർക്കത്തക്കവണ്ണം രോഗബന്ധനം ഇട്ട ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്താൽ സാമ്പത്തിക മേഖലയിലിട്ട ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്താൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഇൻക്രീസ് ചെയ്യട്ടെ. ചില സാമ്പത്തികമായ ചില അനുഭവങ്ങൾ ഇൻക്രീസ് ചെയ്യട്ടെ. ഞാൻ വേഗത്തിൽ 2-3 കാര്യങ്ങളും കൂടെ വായിച്ച് പെട്ടെന്ന് നിർത്താം. വേഗത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ. അത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. സങ്കീർത്തനം 69:17 പറയുന്നു, ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം വരലേണമേ. പ്രാർത്ഥിച്ചോ? കർത്താവേ, എന്റെ കഷ്ടം നീ കണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചോ? ഇതിനാ മറുപടി ഇന്ന് കർത്താവ് തന്നു. ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ ഉത്തരം വരണം. നിന്റെ കഷ്ടം യേശു മാറ്റുകയാണ്. വേഗത്തിൽ ഉത്തരം വരലിയിരിക്കുന്നു. വേഗത്തിൽ നിന്റെ കഷ്ടം മാറ്റുകയാണ്. 79 സങ്കീർത്തനം 8-ാം വാക്യം. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. കുറെ ശത്രു പ്രശ്നം ഉണ്ടായിരിക്കുക. കർത്താവ് പറയാം, ഞാൻ വേഗത്തിൽ കീഴടക്കാൻ പോവുക. വേഗത്തിൽ നിന്റെ ശത്രു ഇനി ജയഘോഷം കൊള്ളില്ല. അവന്റെ അട്ടഹാസങ്ങളും അവന്റെ ആർപ്പുവിളികളും ഇനി ഉണ്ടാകില്ല. വേഗത്തിൽ കർത്താവ് ഇടപെടാൻ പോവുകയാണ്. 102-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം വരണമേ. ഇനി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ താമസം വരരുത്. കർത്താവ് പറയാ, ഇനി താമസമില്ല, വേഗത്തിലെ മറുപടി. ഇനി മുതൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി തരാൻ പോവുകയാണ്. ഇബ്രായലേഖനം 13:19 പറയുന്നു, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. ഒരു പ്രാർത്ഥനാവാചകം പറയാ, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടേണ്ടതിന്. പൗലോസ് പറയാ, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വേഗത്തിൽ കിട്ടണോ? ഇന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പോവുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, വേഗത്തിൽ കിട്ടാൻ പോവുക. നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് ഞാനിന്ന് അപേക്ഷിക്കാൻ പോവുക. വേഗത്തിൽ കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. വേഗത്തിൽ കിട്ടണം, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കണം. എന്നോട് ചേർന്ന് അവനെ ഒന്ന് മഹത്വപ്പെടുത്തണം. എന്നോട് ചേർന്ന് നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഒന്ന് ഉയർത്തണം, ഒന്ന് മഹിമപ്പെടുത്തി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി ഞാനൊരു വാക്യം കൂടെ വായിക്കട്ടെ. കർത്താവിന്റെ ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, വെളിപ്പാട് പുസ്തകം 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളാണ് എന്ന് വിളിച്ചു പറഞ്ഞത്. ഇതനുസരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഭാഗ്യവാന്മാരായി മാറാൻ പോവുകയാണ്. കർത്താവ് തരുന്ന വാഗ്ദത്തം എന്താ? ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. വിഷയത്തിൽ ഇടപെടാൻ എന്റെ കർത്താവ് വേഗത്തിൽ വരുന്നു. കർത്താവ് 2-ാം വരവ് വരുന്നതിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ കർത്താവ് വേഗത്തിൽ വരുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം.